അന്ന് രാത്രി റോബിനും സൂര്യനും കുറച്ചു വൈകിയാണ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോയത്. ജയശങ്കറിനെ പൊക്കാനുള്ള എല്ലാ നീക്കങ്ങളും സ്റ്റീഫനുമായി വ്യക്തമായി ആസൂത്രണം ചെയ്ത ശേഷമാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത്. സൂര്യൻ്റെ കൂടെ റോബിനെയും കണ്ടപ്പോൾ സൂര്യൻ്റെ അമ്മ ശ്രീദേവിക്ക് വളരെ സന്തോഷമായി. ശ്രീദേവിയുടെ സഹോദരൻ്റെ മകനാണ് റോബിൻ. സൂര്യനും റോബിനും ഉറ്റ കൂട്ടുകാരാണ്. സൂര്യൻ്റെ കമ്പനിയിൽ തന്നെയാണ് റോബിനും ജോലി ചെയ്യുന്നത്. ബിസിനസ് ആയാലും ജീവിതത്തിലായാലും സൂര്യൻ്റെ വലം കൈയാണ് റോബിൻ. റോബിൻ അറിയാത്തതായി സൂര്യൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നും സൂര്യൻ അറിയാത്തതായി റോബിൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നും തന്നെ പറയാം. കുറേ ദിവസമായല്ലോ റോബി, നീ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ശ്രീദേവി ചെറിയൊരു പരിഭവത്തോടെ അവനോട് ചോദിച്ചു. അതിന് അമ്മയുടെ മോൻ എനിക്ക് സമാധാനമായി ഒന്ന് ഇരിക്കാൻ പോലും സമയം തരണ്ടേ? എല്ലാം എൻ്റെ തലയിൽ ഏൽപ്പിച്ചിട്ട് അവൻ കോളേജ് പിള്ളേരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ? റോബിൻ തമാശയായി പറഞ്ഞു. റോബിൻ്റെ മറുപടി കേട്ട് സൂര്യൻ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. എന്താടാ, ഞാൻ പറഞ്ഞത് നിനക്ക് പിടിച്ചില്ലേ? റോബിൻ കുസൃതി ചിരിയോടെ ചോദിച്ചു. ശ്രീ ആൻറ്റി ഇത് കേൾക്കണം. ഇവൻ ഫോണിലൂടെ വിളിച്ച് അത് ചെയ്, ഇത് ചെയ്, മീറ്റിംഗ് അറേഞ്ച് ചെയ്, ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോകണം, നാളെ മുംബൈക്ക് പോകണം, മറ്റന്നാൾ ചെന്നൈക്ക് പോകണം എന്ന് പറഞ്ഞ് ശ്വാസം വിടാൻ പോലും സമയം തരാതെ എന്നെ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആൻറ്റി ഒന്ന് ഇവനോട് പറഞ്ഞ് ഈ കോളേജിലെ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പണി ഒന്ന് നിർത്തിത്തരാവോ? കൈ കൂപ്പിക്കൊണ്ട് റോബിൻ ശ്രീദേവിയോട് പറഞ്ഞത് കേട്ട് സൂര്യന് ചിരി വന്നു. ആ, നല്ല കഥയായി. ഞാൻ പറഞ്ഞാൽ നിന്റെ കൂട്ടുകാരൻ കേൾക്കുമല്ലോ. ഇവിടെ ഇവൻ്റെ ഡാഡി തന്നെ ദിവസവും എന്നെ വിളിച്ച് പരാതിയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് കമ്പനിയിൽ റീജോയിൻ ചെയ്യാൻ പറയണമെന്ന്. ആ അങ്കിളിനെ കണ്ട് ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. മോനി അടുത്ത കാലത്തൊന്നും ജോയിൻ ചെയ്യുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയാൻ. കോളേജിൽ മോന് കുറച്ച് അസൈൻമെൻറ്റുകൾ ഒക്കെയുണ്ടെന്ന് ഒന്ന് അറിയിക്കണം. റോബിനെ ശ്രീദേവി അത്ഭുതത്തോടെ നോക്കി. അപ്പോഴേക്കും സൂര്യൻ്റെ തീക്ഷ്ണമായ നോട്ടം റോബിൻ്റെ മുഖത്തേക്ക് പതിഞ്ഞു. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ? കണ്ണടച്ച് പാൽ കുടിച്ചാൽ ആരും അറിയില്ലെന്ന് വിചാരിക്കുകയാണ്. റോബിൻ്റെ സംസാരം കേട്ട് അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ സൂര്യൻ മുകളിലേക്ക് കയറിപ്പോയി. എടാ, ആ ഗായത്രിയാണോ നീ ഉദ്ദേശിച്ചത്? ശ്രീദേവി വേഗം വന്ന് റോബിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. ആഹാ, അപ്പോൾ ശ്രീ ആൻറ്റിക്ക് ഇത് അറിയാമായിരുന്നോ? അമ്മയും മോനും കൊള്ളാമല്ലോ. അതല്ലടാ, കുറച്ച് ദിവസം മുമ്പ് ആ കുട്ടിക്ക് വയ്യാതെ നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ശ്രീജ ടീച്ചറുടെ കൂടെ സൂര്യനും ആശുപത്രിയിൽ വന്നിരുന്നു. അവൻ്റെ ക്ലാസ്സിലാണ് ആ കുട്ടി തലകറങ്ങി വീണത്. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അന്ന് ആ കുട്ടിയോടുള്ള അവൻ്റെ കരുതലും സ്നേഹവും കണ്ടപ്പോൾ എനിക്ക് തോന്നി സൂര്യന് അവളോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന്. ബെസ്റ്റ് അമ്മ, മോൻ്റെ ലൈൻ വലിക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയാണല്ലേ? എന്നാൽ ശ്രീ ആൻറ്റി, ഒരു കാര്യം കൂടി കേട്ടോളൂ. ആ കുട്ടിയുടെ പഠന ചെലവ് ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ സൂര്യനാണ്. പക്ഷേ അവൾക്കത് അറിയില്ല കേട്ടോ. നിന്നോട് പറഞ്ഞോടാ അവൻ? ഏയ്, എന്നോടൊന്നും പറഞ്ഞില്ല ആൻറ്റി. പക്ഷേ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഗായത്രി ദേവദാസ് എന്ന പേരിൽ 1 വർഷത്തേക്കുള്ള ഹോസ്റ്റൽ അക്കോമഡേഷൻ ഫീസ് അടച്ചത് കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു. പിന്നെ വിശദമായി നോക്കിയപ്പോഴാണ് നെക്സ സൊല്യൂഷൻസിൻ്റെ പേരിൽ അവൾക്കായി ഒരു ഡെബിറ്റ് കാർഡും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി അവളുടെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപയും നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. എന്നത്തോടെയാണ്
ഇന്നത്തോടെയാണ് ഏകദേശം എനിക്ക് കാര്യം മനസ്സിലായത്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണോടാ? ആ പെൺകുട്ടി ഒരു പാവമാണ് ആൻറ്റി. ഇവൻ്റെ കള്ളത്തരങ്ങളൊന്നും അവൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പക്ഷേ ഇവൻ എന്നോട് പറഞ്ഞത് രണ്ടാൾക്കും ഒരേ വൈബ് ഫീൽ ചെയ്യുന്നതെന്നാണ്. അങ്കിൾ അറിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ ശ്രീ ആൻറ്റി? എനിക്കറിയില്ല റോബി. മാധവേട്ടന് ആ വിശ്വൻ സാറിൻ്റെ മകൾ ശ്വേതയുമായി സൂര്യൻ്റെ വിവാഹം നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അവർ ഒറ്റ കൂട്ടുകാരും ബിസിനസ് പാർട്ട്നേഴ്സും ഒക്കെ ആണല്ലോ. ആഹാ, എന്നാൽ അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല ആൻറ്റി. അതെന്താ? അവളോട് മോശമായി പെരുമാറിയതിന് ഒരുത്തനിട്ട് കൊട്ടേഷൻ കൊടുത്ത് വരുന്ന വഴിയാണ് ഇന്ന്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഇവൻ്റെ പിന്നാലെ നടന്ന് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റോബിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീദേവി ആശ്വാസത്തോടെ അവനെ നോക്കി. ആ, ഇത് ഏകദേശം അസ്ഥിക്ക് പിടിച്ചതുപോലെയുണ്ട്. അവൻ്റെ സംസാരം കേട്ട് ശ്രീദേവിക്ക് ചിരി വന്നു. വാടാ, വന്ന് എന്തെങ്കിലും കഴിക്ക്. ഞങ്ങൾ കഴിച്ചതാ ആൻറ്റി. എന്നാലും എന്തെങ്കിലും കഴിക്കടാ. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് മുറിച്ചു കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞ് ശ്രീദേവി അടുക്കളയിലേക്ക് നടന്നു. അപ്പോഴേക്കും കുളിച്ച് ഡ്രസ്സ് മാറി സൂര്യൻ സ്റ്റേക്കേഴ്സിലൂടെ താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. നീ ഇതുവരെ ഡ്രസ്സൊന്നും മാറിയില്ലേ? സൂര്യൻ റോബിനോട് ചോദിച്ചു. ഓ, ഇനി കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ മാറിക്കോളാം. ശ്രീദേവി കൊണ്ടുവച്ച കട്ട് ഫ്രൂട്ട്സ് റോബിൻ കഴിക്കാൻ തുടങ്ങി. സൂര്യനും വന്ന് ഒരു ചെയർ വലിച്ചിട്ട് ഇരുന്നു. കയ്യിലിരുന്ന ഫ്രൂട്ട്സിൻ്റെ ബൗൾ റോബിൻ സൂര്യന് നേരെ നീക്കി വെച്ചു. എല്ലാം അമ്മയോട് ഓതിയോ? സൂര്യൻ കലിപ്പോടെ റോബിനോട് ചോദിച്ചു. ശ്രീ ആൻറ്റിക്ക് നീ ഓൾറെഡി ഹിൻഡ് കൊടുത്തെന്ന് ആൻറ്റി പറഞ്ഞല്ലോ. സൂര്യൻ ഒന്ന് മൂളി. ഈ സ്നേഹമൊക്കെ കാണിച്ച് ഒടുക്കം നീ എൻ്റെ പെങ്ങളൂട്ടിയെ കരയിക്കരുത് കേട്ടോ. പോടാ, സൂര്യൻ ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഞാൻ ഉറങ്ങാൻ പോവട്ടെ. റോബിൻ തൻ്റെ മുറിയിലേക്ക് പോകാൻ ഭാവിച്ചു. മോർണിംഗ് സ്റ്റീഫൻ വിളിക്കും. ഓൺ ടൈമിൽ നീ അവിടെ എത്തണം. സൂര്യൻ റോബിന് നിർദ്ദേശം നൽകി. ഞാൻ എത്തിക്കോളാം. എന്നാൽ ശരി അളിയ, ഗുഡ് നൈറ്റ്. അവൻ്റെ അളിയ എന്ന വിളി കേട്ട് സൂര്യൻ അറിയാതെ ചിരിച്ചു. അല്പസമയത്തിന് ശേഷം സൂര്യനും ഉറങ്ങാനായി മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി. റൂം ലോക്ക് ചെയ്ത് ബെഡിലിരുന്ന് ഫോൺ എടുത്തു. ഫോണിൽ പൂച്ചക്കുട്ടി എന്ന പേരിൽ സേവ് ചെയ്തിരുന്ന കോണ്ടാക്റ്റിലേക്ക് അവനൊന്ന് നോക്കി. സമയം 11 മണിയാകുന്നു. അവൾ ഉറങ്ങിയിരിക്കുമോ അതോ ടെൻഷനായി ഉറങ്ങാതെ കിടക്കുകയാണോ എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. വിളിച്ചു നോക്കാമെന്ന് തീരുമാനിച്ച് അവൻ ഗായത്രിയെ ഫോൺ ചെയ്തു. കാത്തിരുന്നതുപോലെ ആദ്യത്തെ റിങ്ങിൽ തന്നെ ഗായത്രി ഫോൺ എടുത്തു. ഹലോ. അവളുടെ നേർത്ത മൃദുവായ ശബ്ദം അവൻ്റെ കാതുകളിലെത്തി. ഇത്രയും വോളിയം കുറച്ച് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് അവന് അറിയാതെ ചിരി വന്നു. അവളുടെ ശബ്ദം കേട്ടിട്ടും അവനൊന്നും മിണ്ടിയില്ല. ഹലോ സർ. വീണ്ടും അവളുടെ പതിഞ്ഞ ശബ്ദം അവൻ കേട്ടു. സർ, സർ. കുറച്ചുനേരം കാത്തുനിന്ന ശേഷം ഗായത്രി കോൾ കട്ട് ചെയ്തു. ഉടനെ തന്നെ അവൾ തിരിച്ചു വിളിച്ചു. സൂര്യൻ കോൾ എടുത്തു. ഹലോ സർ. ആകാംക്ഷ നിറഞ്ഞ അവളുടെ ശബ്ദം വീണ്ടും അവൻ കേട്ടു. ഹലോ. ഗായത്രി വീണ്ടും പതിയെ വിളിച്ചു. യെസ്. സൂര്യൻ ഒടുവിൽ മറുപടി പറഞ്ഞു. സർ, അത് സർ നേരത്തെ വിളിച്ചപ്പോൾ എനിക്ക് ഒന്നും കേട്ടില്ല. സൂര്യൻ ഒന്ന് മൂളി. എനിക്കും ഒന്നും കേട്ടില്ല. അവനും ചെറിയൊരു കുസൃതിയോടെ പറഞ്ഞു. താൻ ഇങ്ങനെ ശബ്ദം കുറച്ച് സംസാരിച്ചാൽ ആർക്കെങ്കിലും കേൾക്കുമോ?
അവൻ്റെ സംസാരത്തിൽ നിറയെ കുസൃതി ഉണ്ടായിരുന്നു. താൻ ഉറങ്ങിയിരുന്നില്ലേ? ഞാൻ വിചാരിച്ചു സർ വിളിച്ചിട്ട് ഉറങ്ങാമെന്ന്. സർ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ? ഒരു മടിയും കൂടാതെ ഗായത്രി അത് പറഞ്ഞപ്പോൾ സൂര്യൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിലോ? സർ വൈകിയാലും വിളിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അവൻ്റെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു. സർ നാളെ അയാൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ? ഇല്ലടോ, താൻ സമാധാനമായി കോളേജിലേക്ക് വന്നാൽ മതി. റോബിച്ചേട്ടൻ വീട്ടിലേക്ക് പോയോ സർ? അവൻ പോയില്ല, ഇവിടെയുണ്ട്. അടുത്ത റൂമിൽ ഉറങ്ങുന്നുണ്ട്. സാറിൻ്റെ വീട്ടിലോ? നേരം ഒരുപാട് വൈകിയില്ലേ? ഇനി താൻ ഉറങ്ങിക്കൂ. നാളെ കോളേജിൽ കാണാം. ശരി സർ. ഗുഡ് നൈറ്റ് ഗായത്രി. ഗുഡ് നൈറ്റ്. വെക്കട്ടെ സർ? വെച്ചോ. അവൻ സമ്മതം നൽകിയതും ഗായത്രി കോൾ കട്ട് ചെയ്തു. ഗായത്രിയുടെ ഉള്ളം നിറഞ്ഞു. എത്ര വൈകിയാലും സർ തന്നെ വിളിക്കാൻ ഓർത്തല്ലോ. ആ ഒരു ചിന്ത മാത്രം അവളുടെ മനസ്സിൽ മധുരമായൊരു സന്തോഷം നിറച്ചു. വീണ്ടും വീണ്ടും അവളുടെ മനസ്സിലേക്ക് സൂര്യൻ്റെ മുഖവും ശബ്ദവും ഓടിയെത്തി. തന്നെ ഇത്രയൊക്കെ കെയർ ചെയ്യുന്നത് തന്നോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ? ഇഷ്ടമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒപ്പം കൂട്ടാനുള്ള ഇഷ്ടമാണോ? ആ ചിന്ത മനസ്സിലൂടെ കടന്നുപോയതും ഗായത്രിയുടെ മിഴികൾ അറിയാതെ നിറഞ്ഞു. അദ്ദേഹം തൻ്റെ അധ്യാപകനാണ്. ആരും തുണയില്ലാതെ പെരുവഴിയിൽ നിന്ന സമയത്ത് തന്നോട് അലിവ് തോന്നി സഹായിച്ചയാളാണ്. താമസിക്കാൻ ഒരു സ്ഥലമില്ലാതെ, കയ്യിൽ പണമില്ലാതെ പകച്ചു നിന്നപ്പോൾ തനിക്കൊരു മാർഗമായി വന്നയാളാണ്. സാറിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് തനിക്ക് ചെയ്ത കാര്യങ്ങളെയെല്ലാം. അതെല്ലാം താൻ തെറ്റിദ്ധരിക്കുകയാണോ? ആ സ്നേഹത്തിന് തൻ്റെ മനസ്സ് ഇപ്പോൾ മറ്റൊരു നിറം നൽകിയിരിക്കുന്നു. പ്രണയത്തിൻ്റെ ചായക്കൂട്ട് അതിൽ കലർന്നു കഴിഞ്ഞു. പക്ഷേ സർ തന്നോട് അടുപ്പമായി പെരുമാറുന്നുണ്ടെങ്കിലും, തന്നെ കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം പ്രണയമാണെന്ന് തനിക്കിപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് സർ തൻ്റെ കൈ പിടിച്ച് താൻ കഴിച്ച സ്പൂണിൽ ഐസ്ക്രീം വായിലേക്ക് വാങ്ങിച്ചത് സാധാരണ പോലെയാണെന്ന് തനിക്ക് തോന്നുന്നുമില്ല. ആ കണ്ണിൽ തന്നോട് പ്രണയം തുളുമ്പിയിരുന്നു. പലപ്പോഴും തന്നെ നോക്കുന്ന കണ്ണിൽ പ്രണയമുണ്ട് എന്ന് ഗായത്രിക്ക് തോന്നി. ആ സമയം സൂര്യനും അവളെ ഓർത്തു കിടക്കുകയായിരുന്നു. അവളെ തൻ്റെ അടുത്ത് വേണമെന്ന് അവന് തോന്നി. പക്ഷേ അതിന് ഇനിയും ഒരുപാട് കാത്തിരിക്കണമെന്ന് അവനറിയാം. അവളുടെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. നല്ലൊരു റെപ്യൂട്ടഡ് പൊസിഷനിൽ അവൾ എത്തണം. എന്നിട്ട് അവളെ തൻ്റെ സ്വന്തമാക്കാവൂ. അല്ലെങ്കിൽ പെണ്ണിൻ്റെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ പാളിപ്പോവും. കഴിവുള്ള കുട്ടിയാണ് അവൾ. താൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അവളെ ഉയർത്തിക്കൊണ്ടുവരണം. നല്ല ഗൈഡൻസ് കൊടുത്താൽ അവളുടെ ബുദ്ധി വെച്ച് അക്കാഡമിക്സിൽ അവൾക്ക് നന്നായി തിളങ്ങാൻ പറ്റും. അവളെ പ്രൊഫഷണലായി ഗ്രൂം ചെയ്യുന്നതിൻ്റെ ആദ്യപടിയായാണ് താൻ അവളെ ടെക് ഫെസ്റ്റിൻ്റെ ഇൻചാർജായി അലോട്ട് ചെയ്തത്. പെണ്ണിൻ്റെ പേടിയും വിറയലും മാറ്റി നിർത്തിയാൽ അവൾക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുമുണ്ട്. അവൻ ഗായത്രിയെ എങ്ങനെയെല്ലാം ഗ്രൂം ചെയ്തെടുക്കാമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു. താൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കുട്ടിയാണ്. അവളെ ഏറ്റവും നല്ല നിലയിൽ എത്തിക്കേണ്ട റെസ്പോൺസിബിലിറ്റി തൻ്റേതു തന്നെയാണ്. അതിനിടയിൽ തൻ്റെ പ്രണയം ഒന്നാകെ അവൾ അറിഞ്ഞാൽ അവളുടെ പഠിത്തത്തെ എത്ര കണ്ടത് ബാധിക്കുമെന്നറിയില്ല. പക്ഷേ തൻ്റെ കൺവെട്ടത്തും കയ്യകലത്തിലും തന്നെ തനിക്ക് അവളെ വേണം. ഈ ദിവസങ്ങളിലെല്ലാം അവളെക്കുറിച്ച് ആലോചിക്കാത്ത നിമിഷങ്ങൾ വളരെ കുറവാണ്. അറിയാതെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു അവൾ.
അവളെ ഓർത്തോർത്ത് സൂര്യൻ ഉറക്കത്തിലേക്ക് വീണു. തുടരും. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.